ഇരട്ടി നഗരസഭയിലെ അംഗൻവാടി നിയമനത്തിൽ CPM നേതാക്കളുടെ ബന്ധുക്കളെ തിരികെ കയറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് നടത്തിവരുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കോൺഗ്രസ് എടക്കാനം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കാനത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തിയത്. യോഗം കോൺഗ്രസ് ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് P.A. നസീർ ഉദ്ഘാടനം ചെയ്തു. 8 വർഷത്തോളമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയനും CPM മന്ത്രിമാർ ഈ സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം മകൾ വീണ വിജയന്റെ ഭർത്താവായി DYFI-കാരനായ P.A. റിയാസിനെ ഭർത്താവായി എടുത്തോടുകൂടി അദ്ദേഹത്തിന് സ്ത്രീധനമായി കൊടുത്ത കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാണ് കൊടുത്തത്? അദ്ദേഹത്തിന് MLA സ്ഥാനം കൊടുത്തു. MLA സ്ഥാനം കൊടുത്താൽ അത് പോരാ. രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യ തവണ MLA ആയ റിയാസിനെ പ്രധാന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും സ്ത്രീധനമായി കൊടുത്തുകൊണ്ട് ഇന്നലകളെ 5ഉം 6ഉം ഇവിടെ മത്സരിച്ച LDF-ന്റെ സ്ഥാനാർത്ഥി KK രാഗേഷ്, ആ KK രാഗേഷിന്റെ ഭാര്യയെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തിരികെ കയറ്റിയ കാര്യവും നമുക്ക് എല്ലാവർക്കും അറിയാം. റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ടാണ് KK രാഗേഷിന്റെ ഭാര്യയെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിയമിച്ചത് എന്ന് പറയുമ്പോൾ, ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ എടക്കാനം വാർഡ് മെമ്പർ മുരളീധരന്റെ ഭാര്യ ബീനയെ 5ാം റാങ്ക് കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾ വിജയിപ്പിച്ച മുരളീധരൻ ഈ നാട്ടിലെ ജനങ്ങളോട് വഞ്ചന കാട്ടിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് മാത്രം ജോലി കൊടുക്കുന്ന സമീപനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൂത്ത് പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് CK ശശിധരൻ, K സുമേഷ്, നിതിൻ നടുവനാട്, UP ഷാനിദ്, K ബിന്ദു, AT ദേവകി, M ശ്രീനിവാസൻ മാസ്റ്റർ, PS സുരേഷ് കുമാർ, V പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.